ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇത് നമ്മുടെ ചാനലിലെ തേർഡ് ലോങ് വീഡിയോ ആണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഫുൾ ഷോപ്പിംഗ് ആയിരുന്നു. ഇന്ന് ഫുൾ പുറത്തായിരുന്നു. രാവിലത്തെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുള്ള് ഔട്ടിങ് ആയിട്ട് വെറുതെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. കുറേ ദിവസത്തെ പ്ലാനിങ് ഒറ്റ ദിവസത്തിൽ വർക്കൗട്ടായ പോലെയായിരുന്നു. പിന്നെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഞാനും ഫാമിലിയും പാടെ പുറത്തുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ എന്തെങ്കിലും സാധനം ചെറിയ വീട്ടു സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ടാണ് പോയത്. ഞാനും എൻ്റെ പോരാളിയും പാടെയാണ് മെയിനായിട്ട് പോയത്. ഇപ്പം ഞങ്ങൾ ഡ്രോപ്പാക്കിയിട്ട് ഇപ്പാൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ എടപ്പാളിൽ ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അവിടുന്ന് കുറച്ച് കാലമായിട്ട് ഞാൻ തപ്പി അടക്കുന്ന സാധനമായിരുന്നു ഈ ഗ്ലൂട്ടാഹയുടെ മിനി പാക്ക്. അങ്ങനെ അത് നമ്മൾ ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടു. എന്നിട്ട് അത് എടുത്തിട്ട് പോന്നു. ഇവിടെ മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഫ്റ്റ് സെക്ഷന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എടപ്പാൾ വന്നു, അമാനമാളി കയറിയോ, എനിക്ക് ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റിൽ കയറണം. ഇവിടെ കയറിയിട്ട് ഈ ക്രാഫ്റ്റ് സെക്ഷനിൽ മേടിക്കാതിരിക്കുക അത് വാട്ടവർ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ വരണം, നോക്കണം, എല്ലാ സാധനങ്ങളും നിരത്തി നോക്കി ഓരോന്ന് എടുത്തെടുത്ത് നോക്കി എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് പോകണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ഒരു ത്രെഡ് ഇതിനെന്തോ പറയും, ഞാൻ മറന്നുപോയി. എന്താട്ടെ ഈ സാധനം ഞാൻ 175 റുപ്പീസിനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓൺലൈനിൽ നിന്ന്. ഇതേ സെയിം സാധനമാണ്. ക്വാണ്ടിറ്റി ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ക്രാഫ്റ്റായിട്ട് റെസിൻ വർക്കും ഫ്രെയിം വർക്ക്സൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസിലും സാധനങ്ങളൊക്കെ നോക്കി നമ്മൾ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ പ്രൈസ് റേഞ്ചൊക്കെ നോക്കി അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് തന്നെ 1-2 മണിക്കൂർ ഇവിടെ കിടന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ഇവിടെ അത്രയും ഇഷ്ടമാണ്. ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവിടുത്തെ കറങ്ങലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ഫോറം സെൻറ്ററിലേക്കാണ്. ഫോറം സെൻറ്ററിൽ മെയിനായിട്ട് പോയത് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് ലേറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അതിനൊരു കോൾഡ് കോഫിയും ഈ ഒരു പാക്കറ്റ് കേക്കും മേടിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ യൂസ്റ്റയിൽ കയറി. എനിക്കൊരു ബേസിക് ഷർട്ടും പാൻറ്റും നോക്കണം എന്നുണ്ടായിരുന്നു. എനിക്കൊരു വൈറ്റ് ഷർട്ട് എടുക്കണം എന്നായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ബ്രൗൺ പാൻറ്റും ഒരു വൈറ്റ് ഷർട്ടും കണ്ട് അങ്ങനെ അത് പെയർ ചെയ്ത് നോക്കിയപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ട് ഭയങ്കര സീത്രൂ ആയിരുന്നു. ഉള്ളിലുള്ളതൊക്കെ അതേമാതിരി നല്ല വൃത്തിക്ക് കാണാണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഷർട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ളൊക്കെ ഷർട്ടൊക്കെ ആയിരുന്നു. പാൻറ്റ് കാണാൻ നല്ല വൃത്തിയുണ്ടായിരുന്നു. പക്ഷേ ഈ തൈസിൻ്റെ അവിടെ ആയിട്ട് ഭയങ്കര ഒരു ടൈറ്റി ഫീല്. പിന്നെ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റ് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇട്ടിട്ട് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ഈ ഐറ്റം നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിതിലൊരു പ്രശ്നം വന്നു വെച്ചാൽ ഇത് ഇടാൻ പറ്റിയില്ല. പാൻറ്റ് ഇതിൻ്റെ കോളറിൻ്റെ അവിടെ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നു. വേറെ പീസും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഒരു നൈറ്റ് ഡ്രസ്സ് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഇതേപോലത്തെ മോഡൽ നൈറ്റ് ഡ്രസ്സ് തപ്പലാണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ ട്രയലൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വിട്ടു. ഈവനിങ് ആയിട്ടുണ്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ. അപ്പോൾ ഈവനിങ് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാണ്ട് നേരെ പോയത് മൂവിക്കാണ്. 4:45 4:30 ആകുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. 5 മണിക്കുള്ള ഷോക്ക് ഞങ്ങൾ പോവാണ്. മൂവി കാണാൻ പോയതാണ്, മോഹിനിയാട്ടം മൂവി. വാഴയായിരുന്നു ഇത്രയും കാലം എന്നല്ല, ഇപ്പോഴും വാഴ തന്നെയാണ് റീലിലും മെയിനായിട്ട് തിളങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ മോഹിനിയാട്ടം കുറച്ചായിട്ട് വന്നു, നല്ല കോമഡി മൂവിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പോയി കണ്ടു. ആൻഡ് ഇറ്റ് വാസ് എ കോമഡി എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഞാൻ തിയേറ്ററിൽ അങ്ങനെ വല്ലാണ്ട് പോയിട്ടുള്ള പേഴ്സണല്ല. ഞാൻ 4 മൂവിക്കാണ് മെയിൻലി തിയേറ്ററിൽ പോയിട്ടുള്ളത്. ഫസ്റ്റ് എമ്പുരാന് പോയി, പിന്നെ ലോകക്ക് പോയി, പിന്നെ വാഴയ്ക്ക് പോയി, പിന്നെ ഇപ്പോൾ ഇതിനാണ് പോണത്. 4 ടൈപ്പ് മൂവിയായിരുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈ എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. കുറേ ഇങ്ങനെ കൂട്ടത്തോട് കൂടിച്ച് ഒരുപാട് പേരിരുന്ന് എൻജോയ് ചെയ്ത് ചിരിച്ച് ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. നിങ്ങൾ മൂവി കണ്ടിരിക്കണമെങ്കിൽ മൂവി എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയട്ടോ. എനിക്ക് ഇതിൽ എല്ലാവരും പോലെ തന്നെ സുഭാഷിൻ്റെ ക്യാരക്ടർ നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര ഒരു യുണീക്ക് സാധനമായിരുന്നു. അതിന് നമ്മൾ ഗോവിന്ദയിലാണ് മൂവി കാണാൻ പോയത്. അപ്പോൾ വെറുതെ യൂണിയൻ സ്റ്റൈലിൽ കയറി. അപ്പോൾ അവിടുന്ന് ടീഷർട്ട് എടുത്തിട്ട് വന്നു. പിന്നെ വിശന്നപ്പോൾ നമ്മൾ നേരെ ഷവർമ തിന്നാൻ പോയി. ഷവർമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഷവർമയായിരുന്നു. ഇനി വിശന്നിട്ടാണോ എന്നറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മൈജിയിലോട്ട് പോയി. മൈജിയിൽ കുറച്ച് ഐറ്റംസ്
തപ്പാണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് കയറിയതാണ്. ഇവിടെ കയറിയിട്ട് ഈ ക്രോക്കറി സെക്ഷനിലൊക്കെ നല്ലോണം കണ്ണടക്കിയിട്ടുണ്ടായിരുന്നു. ഈ മഗ് എനിക്ക് നല്ലോണം ഇഷ്ടമായി, നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ഒരു മഗ് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ, കണ്ടാൽ നല്ല കാണാൻ തോന്നിക്കുന്നു, പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, തീരെ വെയിറ്റ് തോന്നിക്കുന്നേ ഇല്ല. ഞാൻ ഒരുപാട് ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉള്ളതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ട്രിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എല്ലാം ഇവിടെ ഫുൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഐറ്റംസ് ആയിരുന്നു. ഭയങ്കര ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരുന്നു. എൻ്റെ ഈ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ ഈ റേറ്റ് അല്ല കേട്ടോ, വേറെ റേറ്റ് ബാക്കിലുണ്ടായിരുന്നത് ഞാൻ പിന്നെയാണ് കണ്ടത്. ഇവിടെ ഇതേപോലെ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബോട്ടിൽസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ. ഇതെങ്ങനെ മടക്കണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി കാരണം അത് ഫുൾ എടുത്ത് തുറന്ന് പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മടക്കി വെക്കാൻ ഞങ്ങൾ നോക്കി, ഇങ്ങനെ തന്നെയാണ് മടക്കാമെന്ന് തോന്നുന്നു. എന്തായാലും എങ്ങനെയൊക്കെയോ മടക്കി വെറുതെ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ആഹ്ലാദമായിരുന്നു. ഞങ്ങൾ വല്ല കുഞ്ഞുട്ടികളുമാതിരിയായിരുന്നു. ഫുള്ള് ബോട്ടിലിൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കിയായിരുന്നു. ഞങ്ങൾ വീട് പണി നടക്കുകയാണ്, അപ്പോൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തപ്പി അടക്കുകയാണ്. അപ്പോൾ എന്ത് കണ്ടാലും ഞങ്ങളാകുമ്പോൾ ഇങ്ങനെ വെറുതെ കയറി നോക്കിയിരുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളും പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ദുബായ് മാളിലേക്കാണ്. ദുബായ് മാളിൽ തന്നെയാണ് പറയാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞങ്ങളെന്തായാലും അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ അവിടെ കയറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ പംകിൻ സീഡ് മേടിക്കാനായിരുന്നു. അപ്പോൾ അതിനാണ് കയറിയത്. അവിടെ പോയി എനിക്ക് ഈ ഒരു മഗ് കിട്ടി. ഓക്കെ, മിനി ടംബ്ലർ ഓർ മഗ് എന്താണ് ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല. 99 റുപ്പീസിന് കണ്ടപ്പോൾ ഞാൻ മേടിച്ചു. ഇത് ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ കാലമായിട്ടോ ബ്രദറിൻ്റെ കൂടെ ഒക്കെ ഒന്ന് പുറത്ത് വന്നിട്ട് ഞാൻ കുറേ കാലമായി ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിച്ച്. എന്തായാലും പൂതി തീർത്തൊരു ദിവസമായിരുന്നു ഇന്ന്. ഫുൾ ഡേ ഷോപ്പിംഗ് ആയിരുന്നു. എന്താ പറയുക, നല്ലോണം ഷോപ്പ് ചെയ്യും പുറത്തിറങ്ങി ഒക്കെ ചെയ്ത ദിവസമായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ ആദ്യം ചെയ്ത കാര്യം ഐസ്ക്രീം തിന്നൽ. ആ ഐസ്ക്രീമൊക്കെ അപ്പം തന്നെ ഞങ്ങൾ നാലാളും പാടിയിരുന്ന് തിന്ന് തീർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയതായിട്ട് മഗ് മേടിച്ചല്ലോ, അപ്പോൾ അതിൽ കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ടൊരു പൂതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡായിട്ട് നൂഡിൽസും കോൾഡ് കോഫിയും തിന്നാന്ന് വിചാരിച്ച് അങ്ങനെ അതുമേ ഇരുന്നു നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഗൈസ്, എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. നമ്മൾ ക്ലോസ് ടു 1000 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ പെട്ടെന്ന് ഇരുന്നു ഇതൊക്കെ. ഞാൻ ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാമിൻ്റെ കുറച്ച് മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എക്സാം ആയപ്പോൾ എനിക്കതൊന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എക്സാം ആയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ ശേഷം എക്സാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂൾ പൂട്ടൊക്കെ കഴിഞ്ഞ് 4-5 ദിവസം കഴിയുമ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് പെട്ടെന്ന് ഒരു 1 to 2 weeks 3 വീക്കൊക്കെ ആയപ്പോഴത്തേനും 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. എന്താ പറയുക, ഭയങ്കര സന്തോഷവും എന്തൊക്കെയോ ഒരു ഫീലുണ്ട്. സോ മച്ച് താങ്ക്ഫുൾ ഫോർ യു ഗൈസ്. കാരണം അത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൺസിസ്റ്റൻ്റ്ലി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. ആൻഡ് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ലോങ് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. ഞാനിപ്പോൾ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഗൈസ്. ആൻഡ് എനിക്ക് ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു ഓൾഡ് മൂവി ഇരുന്ന് കാണാൻ തോന്നി. അങ്ങനെ നമ്മൾ നേരെ കാര്യസ്ഥനാണ് ഇരുന്ന് കണ്ടത്. ആൻഡ് കാര്യസ്ഥൻ സിനിമയിൽ നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് നേരെ പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.